മൂന്നാർ ചുരം കയറിയിട്ട് റേഞ്ച് ഡ്രോപ്പായി അത് കെട്ടി വലിച്ചു കൊണ്ടുവന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ 6000 കിലോമീറ്റർ ആയി, എനിക്കുണ്ടായിട്ടില്ല. നമസ്കാരം. ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ്. ഇത് എൻ്റെ അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന നേതൃത്വ ക്യാമ്പ് നടക്കുകയാണ്. വയനാട്ടിലാണ്. ആ ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ചുരം കയറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒരു വണ്ടി മൂന്നാർ ചുരം കയറിയിട്ട് റേഞ്ച് ഡ്രോപ്പായി അത് കെട്ടി വലിച്ചു കൊണ്ടുവന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അവരനുഭവം അങ്ങനെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് അത് പഴയ മോഡൽ പഞ്ചീവിയാണ്, ന്യൂ ഫേസ് ലിഫ്റ്റ് അല്ല. ഈ ന്യൂ ഫേസ് ലിഫ്റ്റിന് അങ്ങനെ ഒരു ഡ്രോപ്പിന്റെ വിഷയം ഇന്ന് വരെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടില്ല, ആരും പറഞ്ഞു കേട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ 6000 കിലോമീറ്റർ ആയി, എനിക്കുണ്ടായിട്ടില്ല. മറ്റൊരു വീഡിയോയിൽ ന്യൂ ഫേസ് ലിഫ്റ്റിന്റെ റേഞ്ച് ഡ്രോപ്പിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. പഴയ പഞ്ചീവിയെ കുറിച്ച് പറയുന്നുണ്ട്, ആ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇനി ഇപ്പം 3 പ്രാവശ്യം ഞങ്ങൾ ചുരം കയറിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വയനാട് ചുരം ഒന്ന് ആദ്യമായിട്ട് കയറാൻ പോവാണ്. അപ്പോൾ വീഡിയോ ബാക്കി നമുക്ക് വഴിയിലൂടെ കാണാം. അപ്പോൾ ഞാൻ വയനാട് ട്രിപ്പിൽ ഇന്നലത്തെ യാത്ര ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് 100% ചാർജ് ആക്കാൻ പറ്റിയില്ല, 56% ഉള്ളൂ. ബാക്കി ചാർജ് പുറത്തുനിന്ന് DC ചാർജിൽ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അങ്ങനെ ചാർജ് കുറവുണ്ടെങ്കിൽ അതിനെല്ലാം ഇഷ്ടംപോലെ DC ചാർജ് പുറത്തുണ്ടല്ലോ, ഫാസ്റ്റ് ചാർജിങ് ഉണ്ടല്ലോ. ഞാൻ DC ചാർജ് ചെയ്യാണ്. ഇത് 54% ഉണ്ട്, ഇനി 46% ചെയ്യാണ്. 100% ആവാൻ പറയുന്നത് 45 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് മേൽമുറിയുള്ള ചാർജ് മോഡ് എന്നാണ്. 80 kVൻ്റെ ചാർജ് തന്നെ സ്റ്റേഷനാണ്. പക്ഷെ ഇവിടെ മഴ കൊള്ളാതിരിക്കാനുള്ള യാതൊരു സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്താൽ എന്ത് സംഭവിക്കുന്ന ഒരു പ്രയാസം മനസ്സിലുണ്ട്. കാരണം അത് അറിയുന്നവരത് പറയണം. ഈ EV ചാർജിൽ മഴ പെയ്യുമ്പോൾ ഈ പിന്നിൽ എന്തെങ്കിലും മഴ കൊണ്ടാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ മൊത്തമായത് 452 രൂപയാണ് ആയത്. 46%. സമയം വന്നത് 42 മിനിറ്റാണ്. അതിൽ ആദ്യത്തെ 80% വരെ പെട്ടെന്ന് കയറി, പിന്നെയാണ് കുറച്ച് സ്ലോ ആയത്. അതിൽ മൊത്തം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ 452 രൂപയ്ക്ക് 46% കൊണ്ട് നമുക്ക് 160 കിലോമീറ്റർ ഓടാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററിന് 2.80 വെച്ച് ചിലവ് വരുന്നുണ്ട്. 1 കിലോമീറ്റർ നമുക്ക് ഓടാൻ DC ചാർജിങ്ങിന്, ഇപ്പോൾ ഞാൻ ഈ ചെയ്ത ചാർജിങ്ങിന് എനിക്ക് 2 രൂപ 80 പൈസ വെച്ചിട്ടാണ് ചിലവ് വന്നിട്ടുള്ളത് 1 കിലോമീറ്ററിന്. 100% ആവാൻ വേണ്ടി സമയം എടുത്തത് 42 മിനിറ്റാണ് സമയം എടുത്തത്. 100% ആയി, ഓക്കെയാണ്. അപ്പം ഇനി തുടർന്നുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ അരീക്കോട് വഴി പോണ സമയത്ത് അവിടെ ഒരു ചിപ്സിൻ്റെ കട ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഇതിൽ പോകുമ്പോൾ കാക്കാൻ്റെ നിന്ന് ഒരു ചിപ്സ് ഞാൻ വാങ്ങും. നല്ല ടേസ്റ്റാണ് ഓരോ ചിപ്സ് കേട്ടോ. ചുരം തുടങ്ങുകയാണ്. ചുരത്തിൽ എത്തുന്നതിന് മുന്നേ നമുക്കിപ്പോൾ ആയത് 84% ബാക്കിയുണ്ട്. 16% ഉപയോഗിച്ചത്. 16% ഉപയോഗിച്ച് നമ്മൾ ഏകദേശം 64 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അങ്ങനെ മലപ്പുറത്ത് നിന്ന് 100% DC ചാർജ് ചെയ്ത് ചുരത്തുമ്മലെത്തി. താമരശ്ശേരി ചുരത്തുമ്മലെത്തി. അരീക്കോട് വഴിയാണ് പോകുന്നത്. ചുരത്തുമ്മ നല്ല ബ്ലോക്കാണ്, നല്ല തിരക്കാണ്. ഫുള്ള് റെഡിലാണ് കിടക്കുന്നത്. ഇവിടെ ചുരം നമ്മൾ 12 കിലോമീറ്ററാണ് ചുരം കയറിയത്. അതിന് നമുക്ക് 10% റേഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ പോരുമ്പോൾ നമുക്ക് ശരിക്ക് ഓരോ 10%-നും 4 കിലോമീറ്റർ വെച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇപ്പോൾ ചുരം കയറിയതോടുകൂടി ആ റേഞ്ച് പറ്റെ കുറഞ്ഞ് ഇനി ഇപ്പോൾ വരുന്നത് 30% കഴിഞ്ഞപ്പോൾ 88 കിലോമീറ്ററാണ്. 4 കിലോമീറ്റർ ആയിരുന്ന റേഞ്ച് ചുരം കയറിയോടുകൂടി 3 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി. അപ്പോൾ ചുരം കയറുമ്പോൾ ആ ഒരു ഡ്രോപ്പാണ് ആ 4-ന്ന് 3 ആവാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി. ആകെ മലപ്പുറത്ത് നിന്ന് 118 കിലോമീറ്ററാണ് ഓടിയത്. അതിനടുത്ത് 38%. നമുക്ക് 3.1 ആവറേജിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വയനാട് ഡയറ്റിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. AKSTUവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പ് നടക്കുന്നത്. 2 ദിവസങ്ങളിലാണ്. ഇന്നും നാളെയും ഇവിടെ തന്നെയാണ്. നാളെയാണ് ഇവിടുന്ന് തിരിച്ചു പോരുന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സെൻ്ററാണ് ഡയറ്റ്. നമ്മുടെ ആദ്യ ദിനത്തെ ക്യാമ്പിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി
അവിടെ KSRTCയുടെ ഒരു നൈറ്റ് ട്രക്കിംഗ് ഉണ്ട്. നല്ല അടിപൊളിയാണ്. ഒരു 2-3 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് ശരിക്ക് ഒരു 10-60 കിലോമീറ്റർ കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് പോകുന്നതാണ്. KSRTC സാധാ KSRTC ബസ്സാണ്. പക്ഷെ അവർക്ക് സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ആനയൊക്കെ സ്പോട്ട് ചെയ്യുന്ന ലൈറ്റ് ഉണ്ട്. നല്ല അടിപൊളി യാത്രയായിരുന്നു. നല്ല കാഴ്ചകളാണ്. ആനകൾ, മാന്. പക്ഷെ കാട്ടിനെ കണ്ടില്ല. പക്ഷെ ആനകൾ ഇഷ്ടം പോലെ ആനകളെ വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്കല്ല, കാടിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവർ ആ സെർച്ച് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാം സ്പോട്ട് ചെയ്ത് പിന്നെ കാണിച്ചു തരുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു ആ യാത്ര കേട്ടോ. വയനാട് ശരിക്ക് അവിടുത്തെ KSRTC ഇത് ശരിക്കും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാവുന്ന സംഭവമാണ്, ഇത്തരം കാടുകളുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ വയനാട് KSRTC ചെയ്യുന്ന നല്ലൊരു പരിപാടിയാണ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. വയനാട് വെച്ച് നടക്കുന്ന AKSTUവിൻ്റെ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് അവസാനിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. ഇന്നലെ ഇങ്ങോട്ട് വന്നത് നമ്മുടെ അരീക്കോട് മുക്കം വഴി നമ്മുടെ താമരശ്ശേരി ചുരം കയറിയിട്ടാണ്. പക്ഷേ ആ ചുരത്തിൽ നല്ല ബ്ലോക്കായിരുന്നു. ഇന്നലെ കയറുമ്പോൾ തന്നെ അവിടെ വർക്ക് കിടക്കുകയാണ്. അപ്പോൾ ആര് വരികയാണെങ്കിലും ആ വഴി പോരാതിരിക്കാൻ നല്ലത്. അരമണിക്കൂറൊക്കെ അവിടെ വണ്ടി വെറുതെ നിർത്തിയിട്ട് കയറും. അപ്പോൾ ഇന്ന് തിരിച്ച് അതുകൊണ്ട് തന്നെ മാപ്പിൽ കാണിക്കുന്നതും ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ മാപ്പിൽ കാണിച്ച ആ റൂട്ടാണ്. പക്ഷെ ഇന്ന് തിരിച്ച് മാപ്പിൽ കാണിക്കുന്നത് നമ്മളെ നാടുകാണി ചുരം വഴിയാണ് കാണിക്കുന്നത്, എളുപ്പ വഴി കാണിക്കുന്നത്. മാത്രമല്ല ഇന്നലത്തെ ബ്ലോക്ക് കണ്ടപ്പോൾ മനസ്സിലായി നല്ലത് നാടുകാണി ചുരം വഴിയാണെന്നുള്ളത്. അപ്പോൾ തിരിച്ച് ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നത് മൊത്തം എനിക്ക് ഇപ്പോൾ ഏകദേശം 123 കിലോമീറ്ററാണ് ഇന്നലെ ഓടിയത്. ഇന്ന് അങ്ങോട്ട് തിരിച്ച് നാട്ടിലേക്ക് ഇവിടുന്ന് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് കോട്ടയ്ക്കൽ വട്ടപ്പറമ്പ് കാണിക്കുന്ന ദൂരവും 123 കിലോമീറ്ററാണ്. ഇന്നലെ 100% ചാർജ് ചെയ്ത് പോകുന്നതാണ്. ചുരം കയറിയപ്പോൾ അമിതമായ ഡ്രൈ ഒന്നും ഉണ്ടായിട്ടില്ല, റേഞ്ചിൽ ഡ്രൈ ഉണ്ടായിട്ടില്ല. സാധാരണ 3.5-4 വരെ കിട്ടുന്നത് ചുരം കയറുമ്പോൾ 2 വരെയൊക്കെയാണ് കുറയുന്നത്. എന്നാൽ തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് റീജനറേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നോക്കാം എത്ര കറക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോട്ടക്കലിലേക്ക് നാടുകാണി ചുരം വഴിയാണ്. അപ്പം എന്തായാലും നമുക്ക് ഒരുവിധം യാത്രകൾക്കൊക്കെ EV ന്യൂ പഞ്ച് ഉപയോഗിക്കാം എന്നതിന് യാതൊരു സംശയവുമില്ല. എത്രയോ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഒരു ചുരം ഇറങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നാടുകാണി ചുരത്തിലാണ്. ഇതിൽ L3 ആയിട്ടുള്ളത്. L3 മാക്സിമം റീജനറേഷൻ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടായ കുറവ് തിരിച്ചിറങ്ങുമ്പോൾ പരിഹരിക്കപ്പെടുന്നുള്ള പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 47 ആയിരുന്നു, റേഞ്ച് 165 എത്ര കയറുന്നു നോക്കാം. 47%, 165 റേഞ്ച്. അങ്ങനെ നമ്മൾ നാടുകാണി ചുരം ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ 12 കിലോമീറ്റർ റൺ ചെയ്ത് ചുരം ഇറങ്ങിയത്. അതിൽ നമ്മൾ 47 ഉണ്ടായിരുന്നത് 51 നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ്. നമ്മൾ 4% ബാറ്ററി റീജനറേഷൻ കിട്ടി. അതുപോലെ 165 ഉണ്ടായിരുന്നത് 173, 8 കിലോമീറ്റർ റേഞ്ച് അധികം വന്നു. 12 കിലോമീറ്റർ നമ്മൾ ഓടുകയും ചെയ്തു. ഇതാണ് ഈ റീജനറേഷൻ വഴി നമുക്ക് ഈ നാടുകാണി ചുരം ഇറങ്ങിയപ്പോൾ കിട്ടിയത്. നമ്മുടെ ഈ EV വണ്ടികൾ സത്യത്തിൽ നമുക്ക് ഈ ചുരം കയറുക ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് പറയുന്നത് EV വണ്ടികൾക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇന്നോവയായിട്ട് ഞാനിപ്പോൾ ഒരു ചുരം കയറുകയാണെങ്കിൽ എനിക്ക് സാധാരണ ഓടുമ്പോൾ എനിക്ക് ഇന്നോവയ്ക്ക് കിട്ടുന്ന ഇന്നോവ അല്ലെങ്കിൽ പെട്രോൾ വണ്ടി കിട്ടുന്ന മൈലേജ്
10 ആണെങ്കിൽ ആ ചുരം കയറുന്ന ആ കിലോമീറ്ററിന് കിട്ടുന്ന മൈലേജ് സ്വാഭാവികമായിട്ടും അത് 5 ആയിട്ടൊക്കെ ചുരുങ്ങും. കാരണം ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇങ്ങനെ കയറുന്ന ആ ഒരു റേഞ്ചിൽ ഏത് വണ്ടിക്കായാലും മൈലേജ് അതുവരെ ഉണ്ടായ മൈലേജ് പകുതിയായിട്ട് അത് ചുരുങ്ങുന്നൊരു സംശയമില്ല. അതേ അവസ്ഥ തന്നെയാണ് EV വണ്ടികൾക്കും. അവരുടെ മൈലേജ് എന്ത് ചെയ്യും, നേരെ പകുതിയായിട്ട് കിട്ടുന്ന റേഞ്ച് പകുതിയായിട്ട് അതും കുറയുന്നുണ്ട്. അത് EV വണ്ടിക്ക് പ്രത്യേകിച്ചൊരു റേഞ്ച് കുറവും മറ്റേ ഐസ് വണ്ടികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര റേഞ്ച് കൂടുതലായി കിട്ടുന്ന ആ ഒരു മൈലേജ് കിട്ടുന്ന സംഭവമൊന്നും ഈ വണ്ടികളിലില്ല. എല്ലാം ചുരം കയറുമ്പോൾ നന്നായി ആക്സിഡൻറ്റ് കൊടുത്ത് ഗിയർ മാറ്റി കയറുമ്പോൾ എല്ലാ വണ്ടിക്കും മൈലേജ് ഷോർട്ട് വരും. എന്നാൽ EV വണ്ടികൾക്ക് തിരിച്ചിറങ്ങുമ്പോൾ ആ നഷ്ടപ്പെട്ട മൈലേജിൻ്റെ ഒരു 60-70% തിരിച്ച് ആ റേഞ്ച് എന്ത് ചെയ്യും, തിരിച്ച് റീജനറേഷൻ ചെയ്യും. EV വണ്ടികൾക്ക് ആ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഈ 12 കിലോമീറ്റർ ഇറങ്ങിയപ്പോൾ എനിക്കിവിടെ 4% റീജനറേഷൻ ചെയ്തു. 12 കിലോമീറ്റർ ഓടി. അതിലേറെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ ആ 12 കിലോമീറ്റർ എനിക്ക് ബ്രേക്ക് ചവിട്ടേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല. ഞാനത് L3 ഇട്ടിട്ടാണ് റീജനറേഷൻ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. കാരണം എന്താ, ബ്രേക്ക് നമ്മൾ ആക്സിഡൻറ്റ് കാലെടുത്താൽ ഓട്ടോമാറ്റിക് വണ്ടി വളരെ സ്ലോ ആവും. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് ചവിട്ടേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ചുരം കയറി വിചാരിച്ച് റേഞ്ച് അമിതമായി നഷ്ടപ്പെട്ടു വരാനില്ല. അത് തിരിച്ചിറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇനി 51% ബാക്കിയുണ്ട്. 173 കിലോമീറ്റർ ഓടും. ഞാൻ 186 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. അപ്പോൾ അതോടെ 360 ഇപ്പോൾ ടോട്ടൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ 190 കിലോമീറ്റർ ആയപ്പോഴും നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50 നിൽക്കുകയാണ്. നേരത്തെ 153-ലും 50 അപ്പോൾ നമ്മൾ ആ റീജനറേഷനും ആ ചുരത്തിൻ്റെ ദൂരവും കൂടെ നോക്കിയപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായി, കൃത്യമായിട്ട് 50% കൊണ്ട് 190 കിലോമീറ്റർ നമുക്ക് ഓടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 2 ദിവസമായിട്ടുള്ള വയനാട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലെ 54% സ്ലോ ചാർജും ബാക്കി 46% DC ഫാസ്റ്റ് ചാർജ് മലപ്പുറത്ത് ചെയ്ത് 100% ആക്കി. വയനാട് താമരശ്ശേരി, അരീക്കോട് താമരശ്ശേരി വഴി വയനാട് പോയി. വയനാട് നിന്ന് ഇന്ന് ഉച്ചക്കണ് തിരിച്ചു പോന്ന് നാടുകാണി വഴി തിരിച്ചു പോകുന്നപ്പോൾ നാട്ടിലെത്തി. ഏകദേശം 250 കിലോമീറ്ററാണ് ഓടിയത്. 34% ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 10% ഏകദേശം 38 കിലോമീറ്റർ പറഞ്ഞാൽ 350 കിലോമീറ്റർ റേഞ്ച്. അത് ചുരം കയറി ഇറങ്ങിയിട്ടാണ് ഈ 350 കിലോമീറ്റർ റേഞ്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതിൽ ഈ പുതിയ പഞ്ചിൽ, പഴയ പഞ്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം, ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, പഴയ പഞ്ചിൽ റേഞ്ച് ഡ്രോപ്പായിട്ട് ഭയങ്കര ഡ്രോപ്പായിക്കാണ്ട് അവർ ചുരം കയറി ഡ്രോപ്പായിട്ട് കെട്ടി വലിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്കതിൻ്റെ ഒരു ഇത് അനുഭവം നമുക്കില്ലാത്തതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. പക്ഷേ പുതിയ പഞ്ചിൽ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല. അങ്ങനൊരു എത്ര ചുരം കയറിയാലും അത്ര ഒരു ഡ്രോപ്പ് കാണുന്നില്ല. ചെറിയൊരു ശതമാനത്തിൻ്റെ കുറവ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചിറങ്ങുമ്പോൾ കവർ ചെയ്ത് ഇപ്പോൾ നാടുകാണി ചുരം ഇറങ്ങി വന്നിട്ട് തിരിച്ചിവിടെ നാട്ടിലെത്തിയപ്പോൾ ഉണ്ടാവുന്ന റേഞ്ച് പറയുന്നത് 380. അപ്പോൾ 380 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. ചുരം കയറി വന്നാൽ പോലും കിട്ടുന്നുണ്ട്. എന്നോട് പലരും ചോദിച്ചിരുന്നു ചുരം കയറി വരുമ്പോൾ റേഞ്ച് ഡ്രോപ്പ് ചെയ്യുന്ന ചെക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ചുരം കയറുമ്പോൾ അത്ര വലിയ ഒരു കുറവില്ല, ചെറിയ കുറവ് വരുന്നുണ്ട്. പക്ഷെ ധൈര്യത്തിൽ പോവാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 3 ദിവസം കൊണ്ട് എല്ലാ ദിവസവും ലോങ് യാത്രകളായിരുന്നു. അത് DC ഫാസ്റ്റ് AC ചാർജിങ്, സ്ലോ ചാർജിങ് എല്ലാ ദിവസവും പോസിബിൾ അല്ല. കാരണം എന്താ, 1 മണിക്കൂറിൽ 6% മാത്രമേ ചാർജിങ് ആവുള്ളൂ. ഇപ്പോൾ രാത്രി നമ്മൾ 10 മണിക്കൂർ സമയമുള്ള 60% ചാർജിങ് ആവുള്ളൂ, സ്ലോ ചാർജിങ് ആവുള്ളൂ. അത് പോരാ, പിന്നെ യാത്ര ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം. അപ്പം എന്തായാലും ചുരം കയറി പോകാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല.
നമുക്കൊരു 300-350 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു 300-350 അടിയിൽ നമുക്ക് എവിടെയും പോയി വരാം, ഒരു പ്രശ്നം വരുന്നില്ല. ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ആ എമൗണ്ട് കൊടുത്താലും എത്രയോ നമുക്ക് ലാഭകരമാണ്, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ആ ഒരു ചുരം ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, ചുരം കയറുമ്പോൾ ഡ്രോപ്പ് വരുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതും ചെക്ക് ചെയ്തു, അതൊരു പ്രശ്നം വരുന്നില്ല. ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യാണ്, 5 EV ന്യൂ ഫേസ് ലിഫ്റ്റ് ഓക്കെയാണ്, ഒരു സംശയവും വേണ്ട. അത് ചുരം കയറിയാലും ചുരം ഇറങ്ങിയാലും ലോങ് ആയാലും ഒക്കെ, ഫാസ്റ്റ് ചാർജിങ് ആയാലും ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഫാസ്റ്റ് ചാർജിങ്ങിന് റേഞ്ച് വല്ലാതെ ഡ്രോപ്പ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, റേഞ്ച് കിട്ടുന്നത് വളരെ കുറവാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ അനുഭവിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ തന്നെ പലരും മെസ്സേജ് അയച്ചിരുന്നു, മാഷക്ക് തോന്നുന്നത് അങ്ങനെ ഇല്ല, വലിയ കുറവൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല അന്ന് ഞാൻ വളരെ കുറച്ച് ശതമാനം ചെയ്തത്, 100% ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം അന്ന് എന്നോട് പറഞ്ഞു 100% ആക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല. അതുകൊണ്ട് ഇന്നലെ സമയം വെയിറ്റ് ചെയ്താലും വേണ്ടില്ല, 100% ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. എനിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ എങ്കിലും 100% ആക്കിയിട്ട് വേണം അത് ചെക്ക് ചെയ്യാന്നുള്ളതാണ് 100% ആക്കിയത്. 100% ആക്കിയപ്പോൾ ആ ഒരു ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്ക് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരാൾ കമൻറ്റ് പറഞ്ഞിരുന്നു, പിന്നെ മാഷങ്ങൾ ഈ മൈലേജ് പറയരുത്, ഇത് റേഞ്ചാണ്, ഇലക്ട്രിക് വണ്ടിക്ക് റേഞ്ചാണ് പറയണ്ടെങ്കിൽ ഈ മൈലേജ് പറഞ്ഞ് തെറ്റാന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നടക്കുന്നൊരു ഇൻഫ്ലുവൻസറൊന്നുമല്ല. നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന ചില ഫാൾട്ടുകളാണത്. പിന്നെ എൻ്റെ അടുത്തുള്ള വണ്ടി EV മാത്രമല്ല, എൻ്റെ അടുത്ത് ഡീസൽ വണ്ടിയുണ്ട്, ഒരു പെട്രോൾ വണ്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു മൈലേജിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. ഓക്കെ.